ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് MN എന്ന ബ്രാൻഡിൻ്റെ 1:12 സ്കെയിൽ വരുന്ന ടൊയോട്ടേൻ്റെ ലാൻഡ് ക്രൂസർ ഹോബി ഗ്രേഡ് RC കാറാണ്. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇത് രണ്ട് വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഒന്ന് ഈ ഒരു ട്രക്ക് മോഡലും, രണ്ടാമതായിട്ട് ഈ ഒരു മിലിറ്ററി ടൈപ്പ് ട്രക്കുമാണ് വരുന്നത്. ഇതിൽ നമുക്കൊരു 4 കളർ അവൈലബിൾ ആണ്. മിലിറ്ററി ഗ്രേഡിൽ നമുക്ക് 2 കളറേ വരുന്നുള്ളൂ. ഒന്ന് ബ്ലാക്കും രണ്ടാമതായിട്ട് ഗ്രേയും വരുന്നുണ്ട്. പക്ഷേ ട്രക്കിൽ നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. അന്ന് മെറൂൺ കളറും, പിന്നെ ഒന്ന് ക്രീം കളറും, പിന്നെ ഒന്ന് ഗ്രേ കളറും. അപ്പോൾ ഇത് അപ്ഗ്രേഡഡ് വേർഷനാണ്. നമുക്ക് ഇതിന് മുന്നേ വേറൊരു ടൈപ്പ് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇത് അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാം അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത് 4 വീൽ ഡ്രൈവ് ആണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും പറയാണ്ട് നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കമ്പനി തരുന്നത്. ബോക്സ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ബോക്സിൻ്റെ ആവശ്യം നമുക്കില്ല. അതായത് ഇത് നമുക്ക് ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ കുറേ ആക്സസറീസും കാര്യം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തു. പക്ഷേ അത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമുക്കല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വണ്ടിയാണ് തീർച്ചയായും. വണ്ടി ഇങ്ങനെ മാറ്റി വെച്ചേക്കാം. ഇതിൽ റിമോട്ട് ഇതിൽ തന്നെ വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള റിമോട്ടാണ്. റിമോട്ടിനെ കുറിച്ച് ഞാൻ വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ട് റിമോട്ടിനെ കുറിച്ച് പറയാം. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വണ്ടി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു പക്കാ സ്കെയിൽ മോഡൽ വണ്ടിയാണ്. ഒരു രക്ഷയില്ല. ഫുൾ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒറിജിനൽ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ബോണറ്റിലാണ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററി വരുന്നുണ്ട്. ഒരു 1200 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചതാണ്. തൽക്കാലം നമ്മൾ ക്ലോസ് ചെയ്തെക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ഗ്രില്ല്. പിന്നെ ഒരു ഓഫ് റോഡ് ബമ്പർ ഉണ്ട്. പിന്നെ മേളോട്ട് വരുമ്പോൾ ഇൻഡിക്കേറ്ററൊക്കെ പക്കാ സ്കെയിൽ, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ ഒരു പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് മിററൊക്കെ കറക്റ്റ് ആ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്ന ടൈപ്പ് മിററാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലുമുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറേ കേരിയർ കൊടുത്തിട്ടുണ്ട്. ഇത് മിലിറ്ററി ടൈപ്പ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ബോക്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പോകാനുള്ള ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പം ഇതിൻ്റെ 4 ഡിക്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 4 എണ്ണം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനമൊക്കെ വെച്ചിട്ട് റിയലിസ്റ്റിക് ആക്കാം. സാധനം അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വീല് സസ്പെൻഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വീലൊക്കെ ഒരു മിനിമം ഒരു സോഫ്റ്റ്നെസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. 4 സൈഡിലും നല്ല ഗ്രിപ്പുള്ള ടയറാണ്. പിന്നെ ഒരു സ്റ്റെപ്പിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റും കാര്യമൊക്കെ വരികയാണെങ്കിൽ മാറ്റിയിടാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഡോറ് 2 എണ്ണം ഫിക്സ്ഡ് ആണ്. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമില്ല. നമുക്കിപ്പോൾ ഇത് ക്രൗൾ ചെയ്യാനുള്ള സാധനമാണല്ലോ. അത് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്പ്രിങ് സസ്പെൻഷനാണ്, ഓയിലല്ല, സാധാ സ്പ്രിങ് സസ്പെൻഷനാണ് വരുന്നത്. ബ്രേക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ലീഫും പ്ലസ് ഹാൻഡ് സസ്പെൻഷനും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ബേക്കിലും ഫ്രണ്ടിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ അടിയിലേക്ക് വരികയാണെങ്കിൽ ഫുൾ പ്ലാസ്റ്റിക് മെയ്ഡാണ്. ഒന്നുപോലും മെറ്റലില്ല. ഇതൊരു സ്റ്റാർട്ടിങ് രീതിയിൽ ഹോബി ഗ്രേഡിൽ സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്നൊരു വണ്ടിയാണ്. കാരണം മൊത്തം പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ പാർട്സ് നമ്മൾ മെറ്റൽ പാർട്സ് ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിലായിട്ട് സ്കെയിൽ മോഡൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ക്ലോസിൽ വേറെ ഞാൻ കാണിച്ചു തരാം. സ്റ്റീറിംഗ് ആയാലും സീറ്റായാലും ഇതിൻ്റെ ആ ഒരു ഡാഷ്ബോർഡ് ആയാലും ഫുള്ള് സീറ്റ് ബെൽറ്റിൻ്റെ ആ ഒരു ക്ലിപ്പ് വരെ ഓരോ ഡീറ്റെയിൽ വെച്ചിട്ടുണ്ട്. അത് ഒന്നും പറയാനില്ല. ഇതിൻ്റെ ലുക്ക് ബേസ് ഒന്നും പറയാനില്ല. പെർഫെക്റ്റ്. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു അതിമൽ വരെ ഇതിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടൻ്റെ ഇതേപോലത്തെ ലോഗോ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഡോറ് തുറക്കുന്നതിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് ഈ സൈഡിലുള്ള ഈ ഒരു ക്രീം കളർ കാണുന്നത് ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. അതൊക്കെ ഈ ഒരു ഇതിൽ പാക്കിലിങ് വന്നതാണ്. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒരു ഓവറോൾ എല്ലാം നമ്മൾ ആക്സറീസൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. 2 ഡബിൾ എ ബാറ്ററിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. റിമോട്ട് ഒന്ന് ഓൺ ആക്കാം.
റിമോട്ട് ഓൺ ആക്കുമ്പോൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് പവർ ഓൺ ചെയ്യാം. ഓക്കെ, പെയറായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പെയറാകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഫുൾ സ്പീഡിലാണ്. ഇതിൻ്റെ ട്രാക്ക് ഗിയറിലാണ് ഞാൻ ഇട്ടത്. നല്ല വർക്കിംഗ് ഉണ്ട്, നല്ല സ്പീഡുണ്ട്. പിന്നെ ഇതിൻ്റെ ലോ സ്പീഡിലൊന്നുമില്ല. ലോ സ്പീഡ് ഏറ്റവും സ്ലോ ആയിട്ട് എത്രത്തോളം പോകും നോക്കാം. ഇതിനാണ് ഇതിൻ്റെ ലോ സ്പീഡ്. ഇത്രയും ലോ സ്പീഡ് ആയിട്ട് പോകും. പിന്നെ ഇത് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ഗിയറിലാണ് നമുക്ക് ട്രാക്ക് ബ്രേക്ക് വരുന്നത്. അത് വണ്ടി എവിടെയാണ് നമ്മൾ ത്രോട്ടിൽ ഒഴിവാക്കുന്നത് അവിടെ വണ്ടി നിൽക്കും. ബ്രേക്ക് പോലെ അവിടെ നിന്നോളും. ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലൈറ്റ് കത്തും. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് തിരിക്കുമ്പോൾ റൈറ്റിലേക്കും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ 4 ഇൻഡിക്കേറ്ററായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒറ്റ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. മെയിൻ ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഓഫ് ആവും. ഒരു നോക്കി കഴിഞ്ഞാൽ ഓൺ ആവും. അതേപോലെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ റിവേഴ്സ് ഗിയറിൻ്റെ ലൈറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കോട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ റിവേഴ്സ് ഗിയർ കത്തും. പിന്നെ അതിൻ്റെ സർവോൻ്റെ ഞാൻ പറഞ്ഞില്ല, സർവോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇത് ഇങ്ങനെ പിടിച്ച് തിരിക്കുമ്പോൾ ഇങ്ങനെ തിരിയും. നമ്മൾ ഏത് ഭാഗത്തേക്കാണോ അധികം ഇത് വേണ്ടത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ആണ് ഇതെല്ലാം. നമുക്ക് കവറിൽ നിന്ന് പുറത്തെടുത്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഇത്രയും ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കിട്ടുന്നുണ്ട്. ഇത് കാര്യമായിട്ടുള്ളത് ഇതാണ് നമ്മളെ ചാർജിങ് കേബിൾ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. കുഴപ്പമില്ലാതെ മാറ്റി വെച്ചേക്കാം. പിന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളത് വരുന്നത്. ഇതിമൊന്നൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാം. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഒരു ഇതിൽ തന്നെ വന്നത്. പിന്നെ ഇതിൻ്റെ ട്രക്കിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിശുക്കൊന്നും കാണിച്ചില്ല. എന്തായാലും നമുക്ക് അതിന് ആവശ്യമില്ല. നമുക്ക് ഫിറ്റ് ചെയ്യാൻ പോലും സ്ഥലമല്ല. അതിനേ പറ്റുള്ളൂ, നമുക്ക് ഇതിന് പറ്റില്ല. പിന്നെ കമ്പനി ടൊയോട്ടേൻ്റെ ഫ്രണ്ടിലുള്ള ലോഗോ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ പറ്റുകയാണെങ്കിലൊക്കെ വെക്കാനുള്ള 2 സ്പെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിലൊക്കെ വെക്കാനുള്ള സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഇതും ട്രക്കിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഇതിന് ബാലൻസ് ഉള്ളത്. ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ചെയ്തു, സൈഡിലും മേളിലൊക്കെ ആയിട്ട്. ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. പിന്നെ എല്ലാത്തിലും ഉണ്ടാകണം അതിലൊരു കിതാബ്. അതൊന്ന് ഊരുന്ന മെത്തേഡ് കീഴിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് ഈ വണ്ടി മുകളിലത്തെ ഈ സാധനം ഇങ്ങനെ ആക്കി ഊരിയാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ ആ സൈഡിൽ വെക്കാനുള്ള ഒരു ഗ്രില്ലാണിത്. ഇതിന് വേണ്ട. അതിപ്പോൾ തൽക്കാലം മാറ്റി വെച്ചേക്കാം. പിന്നെ ഇത് വേറൊരു പേപ്പർ ഉണ്ട്. ഇത് എന്താന്ന് പിടുത്തല്ല. എനിക്ക് തോന്നുന്നുണ്ടോ വാറണ്ടി കാർഡാണ്. ഇത് വാറണ്ടി ആയിട്ട് നമുക്ക് കിട്ടുമൊന്നുമില്ല. വാറണ്ടി കാർഡ് എല്ലാം തോന്നുന്നു. എന്തോ ചൈനീസ് ഭാഷയാണ് എഴുതി, നമുക്ക് വായിച്ചാൽ പോലും തിരിയില്ല. അപ്പോൾ ഇതും മാറ്റി വെച്ചേക്കാം. അതൊന്നും ആവശ്യമില്ല നമുക്ക്. അടിഭാഗം പ്ലാസ്റ്റിക് മേഡാണ്. നമുക്കിതെല്ലാം അപ്ഗ്രേഡ് ചെയ്യാം. അതായത് നമുക്ക് മെറ്റൽ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്രൗളിംഗ് കപ്പാസിറ്റി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൈമ കൂടി കയറ്റിയിട്ട് ഞാനുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ അതായത് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ എവിടെ ഇത് പിടിച്ച് കയറുന്നതാണ്. ഇങ്ങനെ ഒരു 80 ഡിഗ്രി ഒക്കെ എനിക്ക് തോന്നുന്നത് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് കയറിപ്പോകും. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിനൊരു 1 കിലോൻ്റെ അടുത്ത് ഒരു 900 ഗ്രാമൊക്കെ ഇതിന് വെയിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രക്ക് വേരിയൻറ്റിൽ അത്രയും നമുക്ക് വെയിറ്റ് വരുന്നില്ല. അപ്പോൾ ഒന്നുകൂടി ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലത് ഇതാണ്. കാരണം ഇത് ചൂസ് ചെയ്തോളൂ എടുക്കുകയാണെങ്കിൽ. കാരണം കുറച്ചുകൂടി വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ക്രൗൾ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഗ്രിപ്പ് നമുക്ക് ഈ വണ്ടി കിട്ടും. ഇതൊക്കെ അറിയാൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ്, ഇത് എവിടെ നിന്ന് മേടിച്ചു, ഇതെപ്പോൾ നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ ഗ്രേസി ആർച്ചി എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചാണ്. എനിക്ക് ഇതിനോടൊക്കെ കുറച്ച് ക്രേസുള്ള ആളും കൂടി ആയതുകൊണ്ട് ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് സാധനം ഓർഡർ ചെയ്തു. 1 മാസം ആയി. സാധനം കിട്ടിയപ്പോഴത്തേക്കും 1 മാസം കഴിഞ്ഞു. അപ്പോൾ അത്ര ആയാലും സാധനം ഡാമേജും കാര്യമൊന്നും ഇല്ലാണ്ട് ഭാഗ്യം കൊണ്ട് സാധനം കിട്ടിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല പാക്കിങ് ഒക്കെ അതിനുള്ളത് കുഴപ്പമൊന്നുമില്ല. വൃത്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഇപ്പോൾ റേറ്റ് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ അന്ന് വാങ്ങിയത് 8 രൂപക്കായിരുന്നു. ഇപ്പോൾ ഒരു 500 കൂടി കൂടിയിട്ടുണ്ട് റേറ്റ്. 8,500 ആയിട്ടുണ്ട് റേറ്റ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങാൻ ചെക്കൗട്ട് ചെയ്യാം. കൊടുക്കുന്ന പൈസക്കുള്ള ഐറ്റം ഉണ്ട്. വെറുത്താണ്, മണി വെറുത്താണ്. കുഴപ്പമൊന്നുമില്ല, നഷ്ടമൊന്നുമില്ല. നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ രീതിയിൽ നമുക്ക് മേടിച്ച് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ നമുക്ക് വണ്ടി ഒന്ന് കയറ്റി നോക്കാം എത്രത്തോളം ഇത് പവർ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ
ട്രാവൽ ചെയ്യാൻ തുടങ്ങുകയാണ്. മോഡൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ലോ സ്പീഡിൽ അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട്. ഒരു സ്ട്രഗിളിങ്ങും ഇല്ല, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പിടിച്ചിട്ട് നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അത് കുറച്ച് മഡുള്ള ഏരിയ ആണ്. അപ്പോൾ എങ്ങനെയാണ് വണ്ടി കയറുന്നത് നമുക്ക് നോക്കാം ഗായ്സ്. സിമ്പിൾ ഒക്കെ എന്തെന്നുള്ള മട്ടിലാണ് കയറി വരുന്നത്. ഒരു സ്ട്രഗിളും കാര്യമൊന്നും ഇവിടെയും കാണുന്നതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് മോഡ് മാറ്റിയിട്ട് നമ്മളൊന്ന് സ്പീഡ് മോഡിൽ ഒന്ന് ഓടിച്ച് നോക്കുകയാണ്. എങ്ങനെ ഉണ്ട് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്നോട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പോരായ്മ നമ്മുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.